അപ്പോൾ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. ഇച്ചിരി ഡിഫറെന്റ് ആണ്. നമ്മൾ മാഗിയൊക്കെ സാധാരണ എങ്ങനെ കഴിക്കുന്നത്? ചുമ്മാ ഒരു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് മാഗിയൊക്കെ ഇട്ട് മസാല ഒക്കെ ഇട്ട് കുക്ക് ചെയ്ത് കഴിക്കും. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കഴിച്ചാലോ? അപ്പൊ ഞാൻ അങ്ങനെ ഒരു റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാവരുടെ കയ്യിലും കാണും മാഗിയും ബ്രെഡും ഒക്കെ. അപ്പൊ ഇത് രണ്ടും വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ എന്റെ യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിയാൽ അറിയാം, ഞാൻ എന്തൊരു റെസിപ്പി ചെയ്താലും ഞാൻ ആദ്യം ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് മാത്രമാണ് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്രതീക്ഷിതമായ ഒരു ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നു, അപ്പൊ ഒന്നും കാണത്തില്ല. അപ്പൊ ഈ മാഗിയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബ്ലാക്ക് ഓർ വൈറ്റ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാക്കാം. അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള മുറിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 മാഗിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി ചേർക്കുന്നത്. കൂടുതലെടുക്കുവാണെങ്കിൽ അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അളവും കൂട്ടാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്നത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 1 പാക്കറ്റ് മാഗിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പി നൂഡിൽസും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ മാഗിയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം ഇത് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി അതിൽ ഉപ്പുണ്ട്, അത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുമ്പം മാഗി മസാല ആഡ് ചെയ്യാം. സാധാരണ നമ്മൾ മാഗി എങ്ങനെ ട്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അടച്ചു വേവിക്കാം. ആ സമയം കൊണ്ട് ഇവിടെ ഒരു ഏകദേശം 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലുള്ള ബ്രൗൺ പാർട്ടൊന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ ഈ ബ്രൗൺ പാർട്സ് ഒന്നും കളയണ്ട, നമുക്കതൊന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ എടുക്കാം. അതുകൊണ്ട് കളയണ്ട, സൂക്ഷിച്ച് വയ്ക്കാം. ഒരു ടിന്നിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. മാഗി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മളൊരു കുരുമുളക് പൊടി ശകലം ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടി നല്ലൊരു ടേസ്റ്റ് കിട്ടും മാഗിക്ക്. അപ്പം അങ്ങനെ മാഗി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് ബ്രെഡ് എടുത്ത് നന്നായിട്ടൊന്ന് റോളിംഗ് പിൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന് ചുറ്റിനും വെള്ളം കൈകൊണ്ട് തൊട്ട് കൊടുക്കാം. കാരണം ഈ വെള്ളം നമ്മൾ തൊട്ട് കൊടുക്കുന്നത് നമ്മുടെ ബ്രെഡ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. 4 സൈഡിനും തൊട്ട് കൊടുക്കാം. അതിനുശേഷം കുക്ക് ചെയ്തൊക്കെ മാഗി ആ ബ്രെഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കൊച്ചു കഷ്ണം ചീസിൻ്റെ സ്ലൈസ് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡ് പീസ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കോർണേഴ്സ് ഞാൻ വെള്ളം തൊട്ട് കൊടുത്താണ് സീൽ ചെയ്തത്. അപ്പം നന്നായിട്ട് സീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അകത്തുള്ള നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മാഗി എല്ലാം വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സീൽ ചെയ്ത് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ടത്. അപ്പം അതേപോലെ തന്നെ അടുത്ത ബ്രെഡും നമുക്ക് ചെയ്യാം. നമ്മൾ എന്തിനാണ് പരത്തിയെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് പരത്തി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വെള്ളം തൊട്ട് കൊടുക്കാം. അതിനുശേഷം മാഗി സെൻറ്ററിൽ വെച്ച് കൊടുക്കാം.
ചീസ് സ്ലൈസ് വെച്ചെടുക്കാം. ചീസ് സ്ലൈസ് ഓപ്ഷനല്ല, വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ബട്ട് ചീസ് ആഡ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടി ആഡ് ചെയ്ത്. അപ്പോൾ കണ്ടല്ലോ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം സ്ലൈസസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പാൻ ചൂടാക്കി വെച്ച് ഇതിൽ വറുക്കാൻ പാകത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ബ്രെഡ് സ്ലൈസസ് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പം വെറും ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്. അതുപോലെ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്യണം. നമ്മളധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 2 സൈഡും ഗോൾഡൻ കളർ ആകുമ്പം നമുക്കത് എടുക്കാം. ഇതേപോലെ അടുത്ത സെറ്റും അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ വളരെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. പെട്ടെന്നുണ്ടാക്കാം. ഈ ഡീപ് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചീസി മാഗി ബ്രെഡ് പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടൊക്കെ ട്രൈ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി സോസാണ്. വളരെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സ് ആയ ബിഗിനേഴ്സ് ആയിരിക്കും വളരെ എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോയിൽ കാണാം. ബൈ.